അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ജീവിതത്തെ ഒരു ഭാരമായി കാണുന്നവരും ലോകത്ത് ഉണ്ട്. അവർ ജീവിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്താറുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ജീവിതം അത് ഒരു സംരക്ഷണമായി, ഒരു പ്രതീക്ഷയ്ക്ക് പറ്റുന്നതായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അത് ഉറച്ച അർപ്പണബോധം അള്ളാഹുവിൽ ഉണ്ടാവണം എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അടിയുറച്ച് നിന്നാൽ, ഞാനീ പറയുന്ന സന്ദേശങ്ങളൊക്കെ ഇസ്ലാം മത വിശ്വാസികളെ അവർക്ക് ഉപകാരപ്പെടുന്നതായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ സന്ദേശങ്ങൾ ഉണ്ടാവുക. കേൾക്കുന്നത് ആർക്കും കേൾക്കാം, ഇതൊരു പബ്ലിക്കായ ഒരു വിഷയമാണ്. പക്ഷേ ഇതിൻ്റെ ഞാനീ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാകുക ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ നമ്മൾ അടുത്താൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, അള്ളാഹു നമ്മളെ നല്ലൊരു മാർഗത്തിലേക്ക്, നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും എന്നത് വ്യക്തമായൊരു സത്യമാണ്. അത് വെറുതെ പറയുന്നതല്ല. അള്ളാഹു താല പറയുന്നുണ്ട്, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയഹും സുബുലന. ഈ ആയത്തുകൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോകളിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഈ ആയത്ത് വളരെയേറെ ഒരുപാട് വിശദീകരണങ്ങൾക്ക് ചാൻസ് ഉള്ള ഒരു ആയത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന ആളുകളെ അള്ളാഹു താല അവർക്കൊരു നല്ല വഴി അവർക്ക് തുറന്നു കൊടുക്കും എന്നാണ് ഇതിൻ്റെ ഒരു ആശയം. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പരിശുദ്ധ മക്കയിൽ നബി തങ്ങളുടെ സന്ദേശം കേട്ട് സ്വമേധയാ ഇസ്ലാമിലേക്ക് കടന്നവരാണ് എല്ലാവരും. ആരെയും നിർബന്ധിച്ചിട്ട് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങനെ ചെയ്യാൻ പറ്റിയ അവസരത്തിലും ചെയ്തിട്ടില്ല. മക്കം ഫത്ഹിൻ്റെ അന്ന് നബി തങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മക്കയിൽ ഉള്ള സ്വഹാബിമാർ, അവർ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം ഹിജ്റ പോകുമ്പോൾ നബി തങ്ങളെ സന്ദേശം മുറുകെ പിടിച്ച് നാടും വീടും വിടാൻ അവർ തയ്യാറായി. ഇന്ന് നമുക്കതിൻ്റെ ഒരു ആവശ്യമില്ല, അന്നത് വേണ്ടിയിരുന്നു. നാടും വീടും വിട്ട് വേറൊരു നാട്ടിലേക്ക് പോയി താമസിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഹിജ്റ പോയ ആളുകളെ, ഹിജ്റ പോയ സ്വഹാബിമാരെ നാം പരിചയപ്പെടുന്നത് മുഹാജിറുകൾ എന്നുള്ള പേരിലാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും സ്വീകരിച്ചവർക്ക് അൻസ്വാറുകൾ എന്നും പറയുന്നു. ഇത് വിഷയകരമായി അല്ലെങ്കിൽ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗം സ്വഹാബിമാരെയും പുകഴ്ത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ
വല്ലദീന തബഉഹും ബിഇഹ്സാൻ. മുഹാജിറുകളെയും അൻസാറുകളെയും കുറിച്ചാണ് പറയുന്നത്. അവർ സത്യസന്ദേശം പിൻപറ്റിയവരാണ്. അവരോട് പിൻപറ്റുന്നവർക്കും നാളെ സ്വർഗമുണ്ട്. അവർക്കേതായാലും അള്ളാഹിൻ്റെ പൊരുത്തമുണ്ട്. അള്ളാഹ് അവരെയും പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടു, അള്ളാഹ് അവരെയും പൊരുത്തപ്പെട്ടു. ഇനി അവരോട് അന്ത്യനാൾ വരെ ആരൊക്കെ പിൻപറ്റുന്നുവോ അവർക്കും അള്ളാഹു താല ഈ ഒരു പൊരുത്തം കൊടുക്കും, സ്വർഗം കൊടുക്കും. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ മുഹാജിറുകളായ ആളുകൾ അവർ എത്രമാത്രം ത്യാഗം ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുക. എന്തിനാണ് യഥാർത്ഥത്തിൽ അവർ ത്യാഗം ചെയ്തത്? അവരുടെ സാമ്പത്തിക ഉയർച്ചക്കാണോ, അവരുടെ ബിസിനസ്സിൻ്റെ വളർച്ചക്കാണോ, അല്ലെങ്കിൽ അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഒന്നിനുമല്ല. മദീനത്തേക്ക് അവർ പോവാണ്. സമ്പത്ത് ഇവിടെ വിട്ടേച്ച്, മക്കളെ കുടുംബങ്ങളെല്ലാം ഇവിടെ വിട്ടേച്ച് പോവാണ്. അവർ ഹിജ്റ പോകുമ്പോൾ ആ ലക്ഷ്യങ്ങളൊന്നും അവർക്കില്ല. അങ്ങനെ ഹിജ്റ പോയ ഒരു സ്വഹാബിയുടെ ഒരു ചരിത്രം നിങ്ങൾ കേൾക്കൂ. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വലിയ ധനികനാണ്, വലിയ സമ്പന്നനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു മക്ക വിട്ട് മദീനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. സമ്പത്തുണ്ട്, മക്കയിലാണ്, എടുത്തില്ല. അങ്ങനെ അദ്ദേഹം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്തിരുന്നു. അവരെ ഒക്കെ നബി തങ്ങൾ ഐക്യപ്പെടുത്തിയിരുന്നു. മദീനത്തേക്ക് ചെല്ലുന്ന സഹാബിമാരെ, മുഹാജിറുകളെ ഒരു അൻസാരിയെ കൊണ്ട് പറ്റുന്നവർക്ക് അവർക്കൊരു സാഹോദര്യമുണ്ടാക്കി കൊടുത്തു. അവരുടെ വീട്ടിൽ അവർക്കൊരു താമസിക്കാൻ ഇടം കൊടുത്തു. അവരുടെ സമ്പത്തിൽ ഒരു ഭാഗം അവർ കൊടുത്തു. ഇങ്ങനെ എത്രത്തോളം ആ മുഹാജിറുകളായ മക്കക്കാരെ അൻസാറുകളായ മദീനക്കാർ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം മനുഷ്യപ്പറ്റുള്ള സാഹോദര്യമുള്ള മറ്റൊരു വിഭാഗത്തെ ഒരു പക്ഷേ നമുക്ക് കേൾക്കാനോ വായിക്കാനോ സാധ്യമല്ല, അസാധ്യമാണ്. അത്രയും ചേർത്ത് പിടിച്ചു. അതൊരു പ്രയോഗം നമ്മൾ പറയാറുണ്ട്, ചേർത്ത് പിടിക്കുക എന്നുള്ളത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആ ചേർത്ത് പിടിക്കൽ സ്വഹാബത്തെ കിറാം, മദീനക്കാരായ അൻസാറുകളായ സ്വഹാബിമാർ അവരത് ചെയ്തു എന്ന് പറഞ്ഞാൽ വെറുതെ പറയല്ല. മഹാനായ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു, ആ സഅദ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ തൻ്റെ സഹോദരനെ പോലെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ, ഇന്ദി സൗജത്താൻ, എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഫൻദുർ ഇഹ്ദാഹുമ അഅജബു ഇലൈക ഫഉതല്ലിഖുഹ. നീ നോക്കുക, നിനക്ക് ഇഷ്ടപ്പെട്ടവളെ ഞാൻ മൊഴി ചൊല്ലാം, എന്നിട്ട് നിനക്ക് വിവാഹം ചെയ്ത് തരാനുള്ളൊരവസ്ഥ ഞാൻ ഉണ്ടാക്കിത്തരാം. ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഈ ഒരു സംസാരം. എന്നിട്ട് പറഞ്ഞു, വൈന്ദി മാലുൻ ഫഅന അഅതൈതുക ശത്റ മാ മഅി അഅതൈതുക നിസ്ഫ മാലി. എനിക്ക് മുതലുണ്ട്, എൻ്റെ മുതലിൻ്റെ പകുതി ഭാഗം ഞാൻ നിനക്ക് തരാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പറഞ്ഞു, അതൊന്നും വേണ്ട. ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക് ലാ ഹാജത ലി ഫീ ഹാദാ ദല്ലൂനി അലാ സൂഖ്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അത് സ്വീകരിക്കുകയല്ല ചെയ്തത്. അവിടെ സ്വീകരിക്കാം, ഇങ്ങോട്ട് തരികയാണ്. പക്ഷെ സ്വീകരിക്കാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ,
എനിക്ക് നിങ്ങളൊരു അങ്ങാടി കാണിച്ചു തന്നാൽ മതി. ഞാൻ ആ അങ്ങാടിയിൽ ചെന്നുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവുമായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം. ഇവിടെയാണ് ഒരു സത്യവിശ്വാസിയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഭാവിയിൽ അവൻ്റെ സംരക്ഷണത്തിന് കൂടെയുള്ള ഒരു അവസരമാണ്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനത് ചെയ്താൽ വിജയിക്കൂല എന്നിങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഓരോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ മാറ്റി പോസിറ്റീവായ കാര്യങ്ങളെ നമ്മൾ എടുക്കുക. ഞാനൊന്ന് ശ്രമിക്കട്ടെ, ഞാനൊരു കച്ചവടം നടത്തട്ടെ, ഞാനൊരു ജോലി ചെയ്യട്ടെ എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു മുസ്ലിം മാറണമെന്നാണ്. അങ്ങനെ മാറി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ തൻ്റെ സുഹൃത്ത് കൊടുത്ത സമ്പത്ത് വാങ്ങി അത് കഴിയോടെ സുഖമായിട്ട് ജീവിച്ച് പിന്നെ ആരോടെങ്കിലും ചോദിച്ച് അങ്ങനെയല്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ജീവിക്കാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം തരാമെന്ന് പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞു. എനിക്കൊരു അങ്ങാടി, ആളുകൾ കൂടുന്ന സ്ഥലം കാണിച്ചു തന്നാൽ മതി, ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്തു കൊള്ളാം. അദ്ദേഹം കച്ചവടം ചെയ്തു, സമ്പന്നനായി. പിന്നെ ഒരിക്കൽ മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ മജ്ലിസിലേക്ക് മഹാനവറുകൾ കടന്നു വരുമ്പോൾ ഒരു പ്രത്യേകമായ അത്തർ ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിച്ചു അല്ലേ? കാരണം അന്ന് വിവാഹം ചെയ്താൽ പുരുഷന്മാർ പ്രത്യേകമായൊരു അത്തർ പൂശാറുണ്ട്. അത് വിവാഹം ചെയ്തവർ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഒരു കളറുള്ളൊരു ഒരു സുഗന്ധം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ നബി, ഒരു കല്യാണം ഞാൻ കഴിച്ചു, വിവാഹം കഴിച്ചു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔലിം വലു ബിശാത്ത്, ഒരാടിനെ അറുത്തിട്ടെങ്കിലും നിങ്ങൾ വലീമത്തുണ്ടാക്കണം, ആടിനെ അറുത്തിട്ടെങ്കിലും നിങ്ങൾ വിവാഹസദ്യ സംഘടിപ്പിക്കണം. ആരോടാ പറഞ്ഞത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എന്താണ് പറയാൻ കാരണം? അത്ര സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം മക്കത്ത് വലിയ ധനികനാണ്, മക്കത്ത് സമ്പത്ത് ഇട്ടേച്ച് പോന്നിക്കാണ്, ഇജ്റ പോന്നിക്കാണ്. ഇജ്റ പോന്നപ്പോൾ സമ്പത്തൊന്നും കയ്യിലില്ല. എന്നാൽ അദ്ദേഹം കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി. അതൊരു പ്രതീക്ഷയാണ്, അതൊരു തീരുമാനമാണ്, അതൊരു അർപ്പണബോധത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആടിനെ അറുത്തിട്ടെങ്കിലും വലീമത്തുണ്ടാക്കണമെന്ന് പറയുമ്പോൾ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോലും വലീമത്തുണ്ടാക്കിയത് ചെറിയ രൂപത്തിലാണ്, അല്ല പായസങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടാണ്. അതിന് നബി തങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല, നബി തങ്ങൾ കടം മേടിക്കാൻ തയ്യാറായതുമില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്തുള്ളതനുസരിച്ച് നിങ്ങളൊരു വലീമത്തുണ്ടാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അവൻ്റെ നല്ല മാർഗത്തിലേക്ക് നമ്മൾ ചേർക്കും, അല്ലാഹ് പറയാം. എന്നാൽ നമ്മളെല്ലാവരും അങ്ങനെ ഹിജ്റ പോകണം എന്നാണോ എൻ്റെ അർത്ഥം? അല്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല ഹിജ്റത്ത ബഅദൽ ഫത്ത്, മക്കം ഫത്തിന് ശേഷം നിങ്ങൾ ഹിജ്റ പോകണ്ട, ഇപ്പോൾ ഹിജ്റ പോകണ്ട. ഇപ്പോൾ നമ്മൾ ഏത് നാട്ടിലേക്കും അങ്ങനെ ഒരു പോക്ക് നമ്മൾ പോകേണ്ടതില്ല. നമ്മളിപ്പോൾ ജോലിക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സിയാറത്തിന് ടൂറിന് പോകാറുണ്ട്, ഹജ്ജ് ഉംറ സിയാറത്തിന് പോകാറുണ്ട്, അങ്ങനെയൊക്കെ പോകാം, നാട് കാണാൻ പോകാം. ഈ നാട്ടിൽ സുരക്ഷിതമല്ല, ഞാൻ വേറെ നാട്ടിൽ പോയി താമസിച്ച് അങ്ങനെ ദീനി പ്രബോധനം നടത്താം എന്ന ഒരു തീരുമാനം വേണ്ടതാണ്. അവനവൻ്റെ നാട്ടിൽ തന്നെ താമസിക്കണം എന്നാണ്. പക്ഷേ വലാക്കിൻ ജിഹാദും വലിയ, അവിടെ നമ്മളൊരു ആത്മസമരത്തിന് തയ്യാറാവണം, നല്ല ഉദ്ദേശവും നമുക്കുണ്ടാവണം. അതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? നമ്മുടെ ആത്മാവിനോട് നമ്മൾ നിരന്തരമായ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നാം വിജയിക്കണം. നമ്മൾ പലപ്പോഴും പരാജയപ്പെടും, നമ്മൾ ആത്മാവിനെ നമ്മൾ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. ആത്മാവിനെ വിജയിപ്പിക്കണം, ഒപ്പം നല്ല ഉദ്ദേശവും ഉണ്ടാവണം. അതാണ് നീയത്തുണ്ടാകണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ താല്പര്യം. അതാണ്.
അതുകൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ജീവിതം, ഭാവി ജീവിതം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.